കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ജയം ദൈവത്തിനുള്ളത്. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നത്. ബലത്തിന്റെ ആധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുത്തുന്നു. അതിന്റെ നടുവിലും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. അതുകൊണ്ട് ദാവീദ് 27-ാം സങ്കീർത്തനം പറയുന്ന നോക്കൂ, ഒരു സൈന്യം എനിക്കെതിരെ പാളയിറങ്ങിയാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം യഹോവ എന്റെ കൂടെ. യഹോവ എന്റെ വെളിച്ചമാണ്, എന്റെ രക്ഷയാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ കോട്ടയാണ്, എന്റെ ശൈലമാണ്, എന്റെ പാറയാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ലോകത്തിൽ എത്ര ശക്തികൾ തനിക്കെതിരെ നിന്നാലും ഭയമില്ല. അതൊക്കെ ജഡമാണെന്നാ ദാവീദ് പറയുന്നു. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ കൂടെയുള്ളവൻ സർവശക്തനാണ് എന്ന ഒരു ഉറപ്പുള്ള മനുഷ്യനാണ് പറയുന്നത്, ഞാൻ ഭയപ്പെടത്തില്ല. ഞാൻ ആരെ ഭയപ്പെടും? കാരണം എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ ആരെ ഭയപ്പെടും? എന്നിട്ട് 27-ാം സങ്കീർത്തനം പറയുകയാണ്, ജീവനുള്ളവർ ദേശത്ത് അവിടെ നന്മ കാണും. വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമാണ്. ഞാനത് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തി കാണും, ദൈവത്തിന്റെ മഹത്വം കാണും. നമുക്ക് വേണ്ടി സകലവും ഭംഗിയായി നിർവഹിക്കുന്ന ദൈവകരം ഇന്നും എഴുന്നേറ്റ് വരികയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ പറ്റാത്തയിടത്ത്, ഒന്നും ചെയ്യാൻ പറ്റാത്തയിടത്ത്, പരാജയപ്പെട്ട ഇടത്ത്, നിയന്ത്രണം നഷ്ടപ്പെട്ട ഇടത്ത് ദൈവമഹത്വം ഇന്നും തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. അവിടുത്തെ പ്രവൃത്തി സഹോദരങ്ങളെ തീർന്നു പോയിട്ടില്ല. കോടാനുകോടി വഴി ഇന്നും എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ക്ഷാമകാലത്തും പ്രതിസന്ധിയുടെ നടുവിലും എല്ലാം എതിരാകുമ്പോഴും ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 58-ാം വാക്യം. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. സംഭവ പശ്ചാത്തലം നമുക്കറിയാം. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. ഇപ്പോ അയൽക്കാരും ചർച്ചക്കാരും എല്ലാം കൂടെ ദൈവം കരുണ കാണിച്ചു, ദൈവം പ്രവർത്തിച്ചു, ദൈവമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എലിസബത്തിനോട് ഒരുമിച്ച് സന്തോഷിക്കുന്നു. എന്നാൽ ദീർഘനാളുകൾ ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നേരുള്ളവരായിരുന്നു. ദൈവത്തിന്റെ സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ, സക്കറിയാവേ, പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്. എന്നാൽ ഇവർ നിന്ദിക്കപ്പെട്ടിരുന്നു, ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ട്, നമ്മളോടും ചോദിക്കില്ലേ, ദൈവത്തെ ആരാധിച്ചിട്ട് ഉപവസിച്ചിട്ട് നിഷ്കളങ്കരായി നടന്നിട്ട് എന്താണ് നിങ്ങൾക്ക് മാത്രം ഈ പ്രതിസന്ധി? ഇവരോടും അതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി നിന്ദകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു എൻഡ് വരുത്താൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ഇനി നോക്കൂ, സക്കറിയാവിനോട് ദൈവം പറയുക, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. ദൈവം പറഞ്ഞാൽ അതിന് ഉത്തരവായും.
ദൈവം പറഞ്ഞാൽ സംഭവിക്കും. സാഹചര്യങ്ങളോ ശരീരമോ ഒന്നും അതിന് പ്രശ്നമല്ല. പ്രായം പ്രശ്നമല്ല. വർഷങ്ങൾ കടന്നുപോയി എന്നുള്ളത് പ്രശ്നമല്ല. നമ്മളതൊക്കെയല്ലേ താരതമ്യം ചെയ്യുന്നത്. നമ്മൾ സാഹചര്യങ്ങളെ നോക്കി പലതും കണക്ക് കൂട്ടുമ്പോൾ സാഹചര്യങ്ങൾക്കതീതമായി, വർഷങ്ങൾക്കതീതമായി, നിയമങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നോക്കൂ, ഇവരെ സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. എലിസബത്ത് തന്നെ പറയുന്നു, 24 വാക്യം, ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 25 വാക്യം ശ്രദ്ധിക്കും, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ അവർക്ക് നിന്ന ഉണ്ടായിരുന്നു, ചോദ്യം ഉണ്ടായിരുന്നു, പരിഹാസം ഉണ്ടായിരുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും. തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ദൈവത്തെ സ്തുതിച്ചിട്ടും ദൈവത്തിന്റെ സകല കൽപ്പനകളും അതുപോലെ പ്രമാണിച്ചിട്ടും എന്ത് വാക്തത്വം വരുന്നില്ല, വാക്തത്വം കാണുന്നില്ല, എന്ത് പ്രതിസന്ധി, നിന്ദകളുടെ വാക്കുകൾ, നിന്ദകൾ കുരമ്പുകൾ പോലെ തറച്ച സമയങ്ങൾ. ഇപ്പൊ കണ്ടോ നമ്മുടെ കുറുവാക്യം? ആ നിന്ദിച്ചവർ, ആ വിമർശിച്ചവർ, ആ ചോദ്യം ചെയ്തവർ, ഇപ്പോൾ ദൈവം കരുണ ചെയ്തു ഈ കുടുംബത്തോട്. ദൈവം ഇവർക്ക് വേണ്ടി തുറന്നു, ദൈവം പ്രവർത്തിച്ചു, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി എന്ന് പറഞ്ഞ് എലിസബത്തിനോട് സന്തോഷിച്ചു. എപ്പോഴാണെന്നറിയാമോ? വാഗ്ദത്തം പുറത്തു വന്നപ്പോൾ, എലിസബത്തിന്റെ കയ്യിൽ വാഗ്ദത്തം ഇരിക്കുന്നത് കണ്ടപ്പോൾ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത് ദൈവാത്മാവിന്, ഇന്നലകളിൽ നിങ്ങളെ നിന്ദിച്ച, പരിഹസിച്ച, നിങ്ങളറിയാതെ ചിരിച്ച, അപ്പോൾ തന്നെ നേരിട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിച്ച ചിലർ ഈ ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞ ശബ്ദങ്ങൾ നിവർത്തീകരിക്കുന്നത് കണ്ടിട്ട് അവർ തിരിച്ചു പറയാൻ പോവുക, നിങ്ങളോടൊപ്പം സന്തോഷിക്കാൻ പോവുക. ദൈവമാണ് ഇത് ചെയ്തതെന്നും പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്നും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തക്ക സമയത്ത് നിവർത്തിച്ചു കൊടുക്കുന്ന വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്നും അവർ കൂടെ ബോധ്യപ്പെടത്തക്ക രീതിയിൽ ദൈവം വലിയ ചില അത്ഭുതം, നിങ്ങൾ ചിന്തിക്കാത്തത്, സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? തലകുനിക്കപ്പെട്ടു പോയ, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഒഴിഞ്ഞു മാറേണ്ടി വന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഒരു ഉത്തരം ദൈവം നൽകാൻ പോകുകയാണ്. ആരുടെയും മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിൽ, ആർക്കും മാർക്കിടാൻ പറ്റാത്ത രീതിയിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വലിയ 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 വിടുതലുകൾ ഇപ്പോൾ തന്നെ അവിടുത്തെ ആത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായ ചില കരുതലുകൾ ദൈവം വെളിപ്പെടുത്താം. എലിസബത്തെ, സക്കറിയാവേ, നിന്നകളെ ഓർത്ത് വിഷമിക്കരുത്. നിന്നകൾ നിങ്ങളെ തകർക്കാനല്ല, നിന്ദിച്ചവർ കാണെ ദൈവത്തിന്റെ പ്രവൃത്തി വരാനാണ് എന്ന് ചിന്തിക്കണം. സ്തോത്രം. സഹോദരങ്ങളെ, ഇന്നലകളിലെ കുരമ്പോൾ പോലെയുള്ള വാക്കുകൾ നിങ്ങളെ ചോദ്യം ചെയ്ത് കണ്ട് നിരാശപ്പെടാതെ ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലും നിങ്ങളുടെ ജനറേഷന്റെ മേലും വരുമ്പോൾ ഒറ്റപ്പെടുത്തിയവർ, കുറ്റപ്പെടുത്തിയവരൊക്കെ കാണെ ദൈവപ്രവൃത്തിയാണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ നമ്മുടെ ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാ, ദൈവ അടയാളങ്ങൾ ചെയ്യുന്ന ദൈവമാ, വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാ.
കുറുകിപ്പോകാത്ത കരമുള്ളവനാണ്. ഇന്ന് സ്തോത്രം ചെയ്തിട്ട് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും ദൈവത്തെ മഹത്വപ്പെടുത്തിയതും വൃഥാവാകില്ല. ഞങ്ങൾ നിഷ്കളങ്കതയോടെ നിന്നെങ്കിൽ, പ്രമാണപ്രകാരം നിന്നെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യോ. ചില നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ പോയി, ചില അപമാനങ്ങളെ ദൈവം മാറ്റി, വിലാപങ്ങളെ നൃത്തമാക്കി, രട്ടിനെ സന്തോഷമാക്കി, ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങൾ അത്ര. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. നന്മയ്ക്കായി ചില അടയാളം ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിന് സ്തോത്രം. നിന്ദകളെ എടുത്ത് മാറ്റുന്നതിന് സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം. യേശുവിൻ നാം തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞങ്ങളുടെ നിന്ദകളെ ദൈവം എടുത്ത് മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ.